ആപ്പിൾ വിഷൻ പ്രോ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ AR VR കിങ്. ഹായ് എവരിവൺ, ദിസ് ഈസ് ജെബിൻ സേ ഫ്രം എവിക്ക. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയിൽ മാത്രം ലോഞ്ച് ആകാൻ പോകുന്ന വിഷൻ പ്രോവിൻ്റെ കാര്യമാണ്. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒപ്പീനിയനും അതേപോലെ ഞാൻ പഠിച്ച കാര്യങ്ങളും എല്ലാമാണ്. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി ഏത് വീഡിയോസിലും കണ്ടിട്ട് അല്ലെങ്കിൽ കാണാൻ പോയിട്ടും കിട്ടാത്ത ഒരു 3-4 പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. സോ ഇതേപോലെ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ ഒരു വിഷൻ പ്രോവിൻ്റെ ആ ഒരു തുടക്കം 2007 ഐഫോണിൻ്റെ ഏറ്റവും ആദ്യത്തെ ലോഞ്ച് നടക്കുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറഞ്ഞ ആ ഒരു കോമ്പുട്ടേഷണൽ ഡിവൈസിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2007 തുടങ്ങിയ ആ ഒരു എഫേർട്ടാണ് 2024 ഫെബ്രുവരി 2 ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ വിപണിയിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അത്ര കൊല്ലത്തെ എഫേർട്ടും ബാക്കി കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൻ്റെ പുറകിലുണ്ട്. സോ ആ ഒരു ഡിവൈസിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഡിവൈസിൽ വന്നിരുന്ന പുതിയ OS എന്ന് വെച്ചാൽ വിഷൻ OS എന്നാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര്. അതോടൊപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന OS എന്ന് പറയുന്നത് വിഷൻ OS 1.0.2 എന്ന് പറയുന്ന ആ ഒരു പേരിലാണ്. ആൻഡ് ഈ ഒരു OSൽ കംപ്ലീറ്റ് റീഡിസൈനിങ് ആണ് ആപ്പിൾ ഈ ഒരു ഡിവൈസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം, നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഇത് ജസ്റ്റ് സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പുറത്ത് നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. പക്ഷേ വിഷൻ പ്രോൻ്റെ പുറത്ത് ഒരു സിംഗിൾ പീസ് ഓഫ് ഡിസ്പ്ലേ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്മഡ്ജ്, നമ്മുടെ കൈൻ്റെ ഫിംഗർ പ്രിൻറ്റും ബാക്കി കാര്യങ്ങളും വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഡിവൈസ് വരുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഇതിൻ്റെ പുറത്തുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ണിന് ഇങ്ങനെ പിടിച്ച് പൊക്കണ സമയത്തൊക്കെ ഈ പറഞ്ഞ മുമ്പിലത്തെ ഗ്ലാസ്സിൽ സ്മഡ്ജ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഗ്ലാസിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മുടെ കണ്ണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഈ ഒരു ഡിവൈസിൻ്റെ പുറത്തേക്കൂടെ കാണാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു ഏരിയയിൽ നിറച്ചും ക്യാമറകളും സെൻസേഴ്സും അങ്ങനെ ജാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ പുറത്തേക്ക് നോക്കുമ്പോഴും വിഷൻ പ്രോൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് കുറേ സെൻസേഴ്സും ബാക്കി കാര്യങ്ങളും ലൈഡാറും അതേപോലെ 3D ഡെപ്തിങ് ക്യാമറയും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് സ്പേഷ്യൽ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ക്യാമറ സിസ്റ്റവും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ എക്സ്പ്രഷൻസ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും പുറത്ത് ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇങ്ങനെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇതിനൊരു ചിപ്സെറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ഒരു ചിപ്സെറ്റിൻ്റെ പേരാണ് R1. നമ്മുടെ ഈ പറഞ്ഞ റിയാലിറ്റി എന്ന് പറയുന്ന R1 ചിപ്സിനാണ് അതിൻ്റെ ഈ ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ചിപ്സെറ്റ് 12 മില്ലി സെക്കൻഡിലാണ് ഓരോ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലായാലും ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്ത് നോക്കുക. ഇങ്ങനെ കണ്ണടക്കുമ്പോൾ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമറ അത് ക്യാപ്ചർ ചെയ്യും. ക്യാമറ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ ഈ ഒരു പ്രൊസസ്സറിന് കൊടുക്കും. ആ ഒരു പ്രൊസസ്സർ അത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് കാണിക്കുന്നതിൽ 12 മില്ലി സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രി ലീഡിങ് ആയുള്ള എല്ലാ ഡിവൈസിൻ്റെയും ഒരു മൂത്താപ്പയായിട്ടാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ വന്നിരിക്കുന്നത്. അത് ടെക്നോളജി പരമായിട്ടാണെങ്കിലും ഡിസ്പ്ലേ പരമായിട്ടാണെങ്കിലും. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇനി ഉള്ളിലേക്ക് നോക്കാം. ഈ പറഞ്ഞ കണ്ണ് വെക്കുന്ന ഭാഗത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേ ഏകദേശം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേനാണ്. കാരണം നമ്മുടെ സാംസങ്ങിൻ്റെയും LGയുടെയും ആ ഒരു പാനലല്ല ഈ ഒരു വിഷൻ പ്രോയിൽ ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്പ്ലേ ലീഡ് ചെയ്യുന്ന സോണിയുടെ കയ്യിൽ തന്നെയാണ് ഈ പറയുന്ന വിഷൻ പ്രോൻ്റെ ഉള്ളിൽ വെക്കുന്ന, അതായത് ഇവിടെ വെക്കുന്ന ഗ്ലാസസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കണ്ണിൽ വെക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന ക്വാളിറ്റി എന്താ പറയുമോ, ഒരു 4K TV ക്വാളിറ്റിയാണ് ഈ ഒരു കണ്ണിൽ മാത്രം വരുന്നത്. അപ്പോൾ 2 കണ്ണെന്ന് പറഞ്ഞാൽ ഏകദേശം 8K ക്വാളിറ്റി വീഡിയോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് രണ്ടും ഒന്നായിട്ടാണ് കാണാൻ പറ്റുക. എന്നാലും അത്രമാത്രം പിക്സൽസ്, ഏകദേശം 72 മില്യൺ പിക്സൽസിന് മേലെയാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യം ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല പ്രിസൈസ് ആയിട്ടാണ് തന്നെയാണ്
ആപ്പിൾ വിഷൻ പ്രോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് കൺട്രോളിങ്ങിൻ്റെ കാര്യം. ഈ പറഞ്ഞ എല്ലാ ഡിവൈസും മെറ്റയുടെ ആയിക്കോട്ടെ വേറെ ഏത് കമ്പനി ആയാലും നമുക്ക് ഒരു കയ്യിൽ ഹാൻഡ് കൺട്രോൾ നമുക്ക് ലഭിക്കും. ആ ഒരു ഹാൻഡ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ വിഷൻ പ്രോവിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണുകളാണ് ഈ പറഞ്ഞ കൺട്രോളേഴ്സ്, നമ്മുടെ കൈകളാണ് ഈ പറഞ്ഞ ഓരോ ആക്സസറീസും എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഈ ഓരോരോ ചലനങ്ങളില്ലേ, നമ്മുടെ കണ്ണിന് കിടന്ന് ഓടിക്കൂലേ, ആ ഓടലിൽ ഈ പറഞ്ഞ ഡിവൈസിൽ ഓരോ ആപ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യാമറാസാണ്. ഈ ക്യാമറയുടെ ഉള്ളിലുള്ള ട്രാക്കിംഗ് ആണ് നമ്മുടെ കണ്ണിൻ്റെ ആ ഐ ബോൾ അനുസരിച്ച് ട്രാക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിലുണ്ടാകുന്നത്, എനിക്ക് തോന്നുന്നു ആപ്പിൾ വാച്ചിൽ അവർ ട്രയൽ നടത്തിയാണ് കൊണ്ടുവന്നത്. അത് സക്സസ് ആയി കഴിഞ്ഞിട്ടാണ് അത് വിഷൻ പ്രോയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഒരു ഡബിൾ ടാപ്പ്, പിഞ്ച്, അതുപോലെ ഈ പറഞ്ഞ പിഞ്ച് ആൻഡ് ഡ്രാഗ് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഷൻ പ്രോയിൽ വർക്കാവുന്നത് ഈ ഒരു സിസ്റ്റം കൊണ്ട് തന്നെയാണ്. പുറത്തുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈയിൻ്റെ ട്രാക്കിംഗ്, ഉള്ളിലുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിൻ്റെ ട്രാക്കിംഗ്, അങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ കൺട്രോളേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ആപ്പിളിൻ്റെ മാജിക് ആക്സസറീസ് നമുക്കറിയാം. മാജിക് മൗസ് ഉണ്ട്, മാജിക് ട്രാക്ക് പാഡ് ഉണ്ട്, മാജിക് കീബോർഡ് ഉണ്ട് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുമ്പിലുണ്ടായ ആ ഒരു മാജിക് എന്ന് പറഞ്ഞ പേരില്ലേ, ആ ഒരു പേര് ഇപ്പോഴാണ് അനവർത്ഥമായത്. കാരണം മാജിക് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ മാക്ബുക്ക്, ഇപ്പോൾ ഞാൻ ഈ മാക്ബുക്ക് പ്രവർത്തിപ്പിക്കുക, ഞാൻ വിഷൻ പ്രോ വെച്ചിട്ട് നേരെ ഈ പറഞ്ഞ മാക്കിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു മതിലിലേക്ക് എടുത്ത് ഞാൻ വെക്കും. അതിനുശേഷം മാജിക് മൗസോ മാജിക് കീബോർഡോ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എയറിലിരുന്ന് ഇങ്ങനെ കടകട ഇങ്ങനെ എടുത്ത് എനിക്ക് വർക്ക് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ആക്സസറീസിലെ മാജിക് കീബോർഡ്, മാജിക് മൗസ് എന്ന് പറഞ്ഞ പേരിൻ്റെ ആ ഒരു മാജിക് എഫക്റ്റ് ഇപ്പോൾ വിഷൻ പ്രോ വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവറും ബാറ്ററിയും പറയുകയാണെങ്കിൽ, ബാറ്ററിയിൽ വരുന്നത് ഏകദേശം 3166 mAh ആണ്. അതായത് നമുക്കൊരു 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ മാക്സിമം ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാറ്ററി ലഭിക്കുള്ളൂ. അതേപോലെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഒരു തടിയനായിട്ട് വരുന്ന ഒരു ലൈറ്റ്നിങ് പിന്നാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആപ്പിൾ എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു 5000 mAh വരെ ആപ്പിളിൽ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു കാര്യം ഇതിൻ്റെ ഡ്രോബാക്ക് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈസിന് കുറച്ച് വെയിറ്റ് വരുന്നുണ്ട്. കാരണം ഫുൾ ഡിവൈസ് ഇങ്ങനെ പ്ലാസ്റ്റിക് അല്ല, ഫുൾ ബോഡിയും കുറേ അലൂമിനിയം, അതേപോലെ കുറേ എന്താ പറയുക പാർട്സൊക്കെ ഉള്ള സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഈ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹെഡ്സിൻ്റെ പൊക്കത്തായിട്ട് ഈ ഒരു ലൂപ്പ് കണ്ട, ഇതേപോലെ ലൂപ്പ് ആക്സസറി ആയിട്ട് കിട്ടും. അതിനെ പറഞ്ഞ പേരാണ് ഡുവൽ ലൂപ്പ് ബാൻഡ് എന്ന് പറയുന്നത്. ഡുവൽ ലൂപ്പ് ബാൻഡ്, ഈ ഒരു ഡുവൽ ലൂപ്പ് ബാൻഡ് പോലത്തെ ഒരു ആക്സസറീസ് നമുക്ക് വിഷൻ പ്രോ വാങ്ങിക്കാൻ കിട്ടും. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു ബാൻഡായിട്ട് കണക്ട് ചെയ്താൽ നമ്മുടെ തലയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിഷൻ പ്രോ വെക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെടലിവൻ എടുക്കും. പക്ഷേ ഈ ഒരു ലൂപ്പ് പോലത്തെ സാധനം നമ്മൾ വെക്കുകയാണെങ്കിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനായിട്ട് തലയുടെ ഇവിടെയും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നതാണ് ഐജസ്റ്റിനും അതേപോലെ കുറച്ച് യൂട്യൂബേഴ്സും പറയുന്നത്. യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് പേഴ്സോണ, അതായത് ഇപ്പോൾ വിഷൻ പ്രോ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖം സ്കാൻ ചെയ്യണം. ഇങ്ങനെ പിടിച്ച് നമ്മുടെ മുഖമൊക്കെ ഫുൾ സ്കാൻ ചെയ്യണം. നമ്മുടെ കണ്ണുകളാണ് ഈ പറഞ്ഞ എന്താ പറയുക ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഐഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ഫേസ് ഐ ഡി ഉണ്ട്. വിഷൻ പ്രോയിൽ ഈ പറഞ്ഞ സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെടുത്ത് കണ്ണിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ കൺമണിയിൽ അല്ലെങ്കിൽ കൃഷ്ണമണി ട്രാക്ക് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഡിവൈസ് അൺലോക്ക് ആവുന്നത്. അതേപോലെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഗസ്റ്റ് മോഡ് ഉണ്ട്. അതായത് ഇത് ഞാൻ വാങ്ങിച്ചതാണ്, അപ്പോൾ എനിക്ക് മാത്രമാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ എനിക്ക് ഗസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു അതിഥിയുടെ ഒരു മോഡുണ്ട്. ഗസ്റ്റ് മോഡിലിട്ട് എനിക്കൊരു ഡിവൈസ് അവർക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെയും ഈ ഒരു ഡിവൈസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോണിപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ തമ്പോ നമ്മുടെ ഫേസോ വെച്ച് നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ കുറച്ചും കൂടെ ഒരു പണി ഉണ്ടാകും. കാരണം ഇത് നമ്മുടെ ഈ പറഞ്ഞ കണ്ണിനും നമ്മുടെ മുഖത്തിനും നമ്മുടെ ബോഡി അനുസരിച്ച് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യും. ഡിവൈസ് എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കൈയിൻ്റെ ഈ ഒരു മൊമെൻറ്റൊക്കെ നമ്മളിങ്ങനെ ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണിച്ച് കാലിബ്രേറ്റ് ചെയ്താണ് ഈ ഒരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പണി ഉണ്ടാവും ഈ പറഞ്ഞ ഗസ്റ്റുകൾക്കാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ കുറേയധികം ആക്സസറീസും കുറേ നല്ല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ പറയുക, ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് ഇതിൻ്റെ എന്താ പറയുക
ആക്സസറീസിൻ്റെ പ്രൈസാണ്. ഓരോ കാര്യത്തിനും നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെ വരുന്നുണ്ട്. അഡീഷണൽ ബാറ്ററിക്ക് നമുക്ക് നല്ല പൈസ വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു കേസ് ഉണ്ട്, ട്രാവലിംഗ് കേസ്. അതിന് ഏകദേശം $290-300 വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു കണ്ണാടി, അതായത് നമ്മുടെ ഈ ഒരു ലെൻസിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഇപ്പോൾ ചിലർക്ക് കണ്ണിന് പവർ ഉണ്ടാവും. അങ്ങനെ പവറുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ലെൻസ് വരുന്നുണ്ട്. അതും ഹൈ ക്വാളിറ്റി ജർമ്മൻ കമ്പനിയുടെ ലെൻസാണ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ തരുന്നത്. ആ ഒരു അറ്റാച്ച്മെൻറ്റ്സിനും അത്യാവശ്യം പ്രൈസ് ഉണ്ട്. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ വിഷൻ പ്രോ നമുക്ക് ലഭിക്കുമ്പോൾ ഈ പവറുള്ള ലെൻസും കൂടെ നമുക്ക് കിട്ടും. അതിലേക്ക് മാഗ്നറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അറ്റാച്ച് ആവും. പക്ഷേ അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ്, $200, $100 അങ്ങനെ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷേ ഈ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഡിവൈസിൻ്റെ പ്രീ ബുക്കിംഗ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു ഗസ് ആയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. 1.5 ലക്ഷം പേരാണ് ഈ വിഷൻ പ്രോ പ്രീ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 3.5-3.25 ലക്ഷം രൂപ വരും, എല്ലാം കൂട്ടിയിട്ട്, GSTയും ബാക്കിയെല്ലാം കൂട്ടിയിട്ട്. അത് ഏറ്റവും താഴത്തെ ബേസ് വേരിയൻ്റ് ആണ്. 1 TB വേരിയൻ്റ് ഒക്കെ പറയുമ്പോൾ ഏകദേശം 4-4 ലക്ഷം രൂപ അടുത്ത് വരെയും വരും ഇന്ത്യൻ റുപ്പീസ്. ഒരു സ്പെക്കുലേഷനാണ്. എന്നാൽ പോലും ഈ ഒരു ഡിവൈസ് 1.5 ലക്ഷം ആൾക്കാർ വാങ്ങിച്ചു പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ 1.5 ലക്ഷം × 1.5 ലക്ഷം, അത് കുറച്ചധികം വലിയ കണക്കാണ് മല്ലയ്യ. അപ്പോൾ അത് കുറച്ച് പണിയാവും. അത്രമാത്രം ആൾക്കാർ ഈ ഒരു ഡിവൈസിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈസിനല്ല, ആപ്പിൾ എന്ന കമ്പനീനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വിഷൻ പ്രോ എന്ന് പറയുന്നത് അടുത്ത് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷനിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ലീഡിങ് അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ചിങ് ഡിവൈസ് തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതേപോലെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആപ്പിൾ വിഷൻ പ്രോൻ്റെ ഈ ഒരു കാര്യങ്ങൾ എല്ലാ മലയാളി കൂട്ടുകാരും അറിയട്ടെ. സോ എന്തായാലും ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ടേക്കാം. സോ ദിസ് ഈസ് സേവ്യ സൈനിങ് ഫ്രം എവിക്ക.